സർ, കേന്ദ്ര സർക്കാർ പുതിയ ലേബർ കോഡുകൾ ഏപ്രിൽ 1 നടപ്പിലാക്കുകയാണ്. നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളുടെ അവസ്ഥ എന്താവും? കേന്ദ്രത്തിൻ്റെ കണക്കിൽ അൺഓർഗനൈസ് സെക്ടറിലെ ഒരു ബോർഡ് മാത്രമാണുള്ളത്. ഇതിനെപ്പറ്റി സംസ്ഥാന ഗവൺമെൻറ് ഗൗരവതരമായി ആലോചിച്ചിട്ടുണ്ടോ? യെസ്. കേന്ദ്ര ഗവൺമെൻറ് പുതിയ തൊഴിൽ നിയമം കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാട് ഇതിനകം തന്നെ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. 29 കേന്ദ്ര നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണ്. പ്രസ്തുത കോഡുകൾ നിലവിൽ വരുമ്പോൾ തൊഴിലാളികളുടെ നിലവിലുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടെ ഇല്ലാവുന്ന അവസ്ഥ സംജാതമാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നിലവിൽ 10 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബോണസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സാർ, എന്നാൽ പുതിയ കോഡ് നിലവിൽ വരുമ്പോൾ 20 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ അത് പരിമിതപ്പെടും. നിലവിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാന മാർഗം 10 ലക്ഷത്തിന് മുകളിൽ നിർമ്മാണ ചെലവുള്ള എല്ലാ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും സെസ് ബാധകമാണ്. എന്നാൽ പുതിയ ലേബർ കോഡ് നിലവിൽ വരുമ്പോൾ അത് 50 ലക്ഷത്തിന് മുകളിൽ നിർമ്മാണ ചെലവുകൾ വരുന്ന കെട്ടിടങ്ങൾക്ക് മാത്രമായി നിജപ്പെടുത്തുന്നതാണ്. സാർ, ഇത് ബിൽഡിംഗ് സെസ് വരുമാനത്തിന് വലിയൊരു കുറവ് വരുത്തുന്നതിന് ഇടയാകും. ലേബർ കോഡുകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളി താൽപ്പര്യം ഉയർത്തിപ്പിടിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.